MS ടേസ്റ്റസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുളക് ബജിയാണ്. തട്ടുകടകളിലൊക്കെ കിട്ടുന്ന രുചികരമായ മുളക് ബജി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ 8 ബജി മുളക് എടുത്തിട്ടുണ്ട്. മുളക് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതാണ്. ഇത് എരിവ് കുറഞ്ഞ മുളകാണ്, എന്നാലും ചില മുളകിന് നല്ല എരിവുണ്ടാവും. ഇതുപോലെ പിളർന്ന് ഇതിൻ്റെ അകത്തുള്ള അരിയൊക്കെ മാറ്റാം. ആദ്യം കാണിച്ച പോലെ മുഴുവനായിട്ടും ഇതുപോലെ രണ്ടായി മുറിച്ചും നമുക്ക് ഈ ബജി ഉണ്ടാക്കാം. ഇനി ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഈ ബൗളിലേക്ക് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചത് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ അധികം തിക്കായും ലൂസായും പോകരുത്. ഈ ഒരു പരുവത്തിലെടുത്താൽ മതി. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ബജിക്ക് ആവശ്യമായ ചട്നി ഉണ്ടാക്കാം. എളുപ്പത്തിലുള്ള ഒരു മുളക് ചട്നിയാണിത്. മിക്സിയുടെ ജാറിലേക്ക് പകുതി സവാള ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരും ചേർക്കാം. ചെറുനാരങ്ങയുടെ നീരിന് പകരം വിനാഗിരി ചേർത്താലും മതി. ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിൽ നിന്നും 2 ടീസ്പൂൺ ഈ ചട്നിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചട്നി റെഡിയായി. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാം. ഇത് ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി 2ആയി മുറിച്ച മുളകും ഫ്രൈ ചെയ്യാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളക് ബജി തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റിയായ ഒരു മുളക് ബജിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.